ഹായ് നമസ്കാരം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 50 ചോദ്യങ്ങൾ, 50 മാർക്ക്. ഡിഗ്രി പ്രിലിംസിന് 50 മാർക്ക്, പ്ലസ് ടു ലെവൽ 10th ലെവൽ പരീക്ഷകൾക്കാണെങ്കിൽ 30 മാർക്ക് ലഭിക്കുന്ന ഒരു സീരീസാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യനാണ്. പഴയകാല എൽ.ഡി. ക്ലർക്കിൻ്റെ പരീക്ഷകളുടെ എക്സ്പ്ലനേഷൻ ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ദ മീനിങ് ഓഫ് റെസ്റ്റീവിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഈ 5 ഐറ്റം, ഈ 50 ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അതിൻ്റെ സിനോണിമോ എൻറ്റോണിമോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാകരണ ഭാഗമോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും തീരത്തില്ല, നിങ്ങൾക്ക് മടുപ്പും തോന്നും. ഇതാകുമ്പോൾ ഓരോന്നും ഓരോ വെറൈറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരും, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതാണ്. അത്യാവശ്യം BSc സക്സസ്സായി വന്നിട്ടുള്ളവരെല്ലാം പഠിച്ചു വന്ന ഫോർമാറ്റ് ഇതാണ്. ഒന്നാമത്തെ എൻ്റെ ചോദ്യം ഫസ്റ്റ് തന്നെയാണ്. അതായത് ഈ റെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് 51 തന്നെയാണ്, അൺഈസിയാണ്, അൺഈസി. 52ാമത്തെ ചോദ്യം, മീനിങ് ഓഫ് റെസ്യൂം ഈസ്, റെസ്യൂമിൻ്റെ മീനിങ് എന്താണ്? 52ൻ്റെ ഉത്തരം സി ഓപ്ഷനാണ്, സമ്മറിയാണ്. സമ്മറിയാണ് ഉത്തരം. ഓപ്പോസിറ്റ് ഓഫ് അബണ്ടൻസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്കേഴ്സിറ്റിയാണ്, സ്കേഴ്സിറ്റി. ഓപ്പോസിറ്റ് ഓഫ് ട്രാൻസ്പാരൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻറ്റോണിയം സിനോണിമാണ് ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം 4 എണ്ണമായി. അപ്പോൾ ഓപ്പോസിറ്റ് ഓഫ് ട്രാൻസ്പാരൻറ്റ് ഏതാണ് ഉത്തരം വരുന്നത്? സി ഓപ്ഷനാണ്, ഒപ്പേക്കാണ്, ഒപ്പേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പഠിച്ചത് വൊക്കാബുലറിയാണ്. റെസ്റ്റീവിൻ്റെ മീനിങ് അൺഈസി. റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി എന്നർത്ഥം വരും. അബണ്ടൻസിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സിറ്റി, ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ട്രാൻസ്പാരൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒപ്പേക്കാണ്, ഒപ്പേക്ക്. ഓക്കെ, തിരിച്ചും തരാം. ഒപ്പേക്കിൻ്റെ ഓപ്പോസിറ്റ് ഏതെന്ന് പറഞ്ഞു വേണമെങ്കിൽ ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പാരൻറ്റ് എഴുതാം. 55 റോങ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണെന്നാണ്. അതൊക്കെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റോങ് ആയിട്ട് സ്പെൽറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഇതൊന്ന് നോക്കിക്കേ, അതിൻ്റെ സ്പെല്ലിങ് ഒന്ന് കറക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഓപ്ഷനാണ്, സി ഓപ്ഷൻ. അപ്പോളോയുടെ സ്പെല്ലിങ്ങാണ് ഇവിടെ മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. ഇനി അടുത്തത് 56. അടുത്ത വീണ്ടും ഒരു റോങ്ലി സ്പെൽറ്റ് വേർഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 56ൻ്റെ ഓപ്ഷൻ ബി ആണ്, എക്സ്ഹോർബിറ്റൻ്റ് ആണ്, എക്സ്ഹോർബിറ്റൻ്റ്. അപ്പോൾ ഇത് രണ്ട് നമുക്കൊന്ന് നോക്കണം, പഠിക്കണം, അതിൻ്റെ കറക്റ്റ് ഏതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളത്. അപ്പോളോയിൽ ഒരു പി മതി, 2 എല്ലുമാണ് വരുന്നത്. പിന്നെ എക്സോർബിറ്റൻ്റ് എന്ന് പറയുന്ന അതിൽ എച്ചിൻ്റെ ആവശ്യമില്ല. എച്ച് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ, ആ ഒരു ലെറ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അടുത്തത് ഫ്രൈസസ് അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഡാഷിൻ്റെ അവിടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 57ാമത്തെ ചോദ്യം, ഇഫ് വിൻ്റർ കംസ് ക്യാൻ ഡാഷ് ബി ഫാർ ബിഹൈൻഡ്. 57ൻ്റെ ഉത്തരം ഡി ഓപ്ഷനാണ്, സ്പ്രിങ് ആണ് അവിടെ ഉത്തരം വരുന്നത്. സ്പ്രിങ്, റൈറ്റ് വേർഡ് സ്പ്രിങ് ആണ്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്. 58 അറ്റ് ദ ഫംഗ്ഷൻ ഓർഗനൈസ്ഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫ്രഞ്ച് ടൂറിസ്റ്റ്സ് വെയർ അക്കോർഡഡ് ഡാഷ് റൂസിങ് റിസപ്ഷൻ. അവിടെ ഡാഷ് വരുന്നതിൻ്റെ അവിടെ ഉത്തരം വരുന്നത് ഡി ഓപ്ഷനാണ്, എ ആണ് കേട്ടോ. അക്കോർഡഡ് എ റൂസിങ് റിസപ്ഷൻ എന്നാണ് വരുന്നത്. ഇവിടെ ആർട്ടിക്കിളാണ് യൂസ് ചെയ്തേക്കുന്നത്. 59 ഐ ആം ടു ബിസി ടുഡേ ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ് ഓൺ ഡാഷ് ഒക്കേഷൻസ്. 59 ഉത്തരം ബി ഓപ്ഷനാണ്, അനദർ ഒക്കേഷൻ എന്ന് വരും. സ്റ്റഡി വെൽ ലെസ്റ്റ് ഡാഷ്. ഈ ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷുഡേ ഉത്തരം വരും. അങ്ങനെ ഒരു ഇതുണ്ട്, ഇംഗ്ലീഷിനുള്ള ഗ്രാമറാണ്. ലെസ്റ്റ് വന്നാൽ ഷുഡേ ഉത്തരം വരും. അങ്ങനെ ഷുഡ് വരുന്ന ഒരൊറ്റ എണ്ണേ, യു ഷുഡ് ഫെയിലാണ്. ലെറ്റ് മീ വന്നു കഴിഞ്ഞാൽ വിൽ യു വരുള്ളൂ. അതേപോലെ അടുത്ത 61 ഐ ആസ്ക്ഡ് ദ പോർട്ടർ വെയർ ഡാഷ്. ഐ ആസ്ക്ഡ് ദ പോർട്ടർ വെയർ ഡാഷ്. ദ ടിക്കറ്റ് കൗണ്ടർ വാസ്.
ഐ ആസ്ക് ദ പോർട്ടർ വെയർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ് എന്നാണ് വരുന്നത്. ഇനി 62, വെൻ ദ പ്ലേയേഴ്സ് റിട്ടേൺഡ് ഹോം ആഫ്റ്റർ ആൻ അൺസക്സസ്ഫുൾ ഓവർസീസ് ടൂർ ദേ വെയർ ഗ്രീറ്റഡ് ഡാഷ് കാറ്റ് കാൾസ്. 62 ഓപ്ഷൻ ബി ആണ്, വിത്ത് കാറ്റ് കാൾസ്. വിത്ത് കാറ്റ് കാൾസ്. ആസ് സൂൺ ആസ് ദ ഫൈനൽ ബെൽ വാസ് ഗിവൺ ദ ചിൽഡ്രൻ ഡാഷ് ഹോം. 63 ഓപ്ഷൻ ഡി ആണ്, റഷ്ഡ്. ദ ചിൽഡ്രൻ റഷ്ഡ് ഹോമാണ് വരുന്നത്. ദ വെദർ ഈസ് ക്ലിയറിംഗ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്. ദ വെദർ ഈസ് ക്ലിയറിംഗ് ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്. 64 ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെറ്റ് സെയിൽ. സെറ്റ് സെയിൽ. ആസ് എ മാൻ ഓഫ് ആക്ഷൻ ഹീ ഈസ് നാച്ചുറലി ഡാഷ് വിത്ത് ഹിസ് വേർഡ്സ്. അവിടെ ഡാഷിൻ്റെ അവിടെ ഏത് വരും? 65 ബി ഓപ്ഷനാണ്, ഫ്രൂഗലാണ്. ഫ്രൂഗൽ. ഫ്രൂഗൽ വിത്ത് ഹിസ് വേർഡ്സ് എന്ന് വരും. 66 ഹീസ് സോ ജനറസ് ദാറ്റ് ഹീ ക്യാൻ നെവർ സേ ഡാഷ്. 66 സി ഓപ്ഷനാണ്, ഹീ ക്യാൻ നെവർ സേ നോ. നോ ആണ് ഉത്തരം. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഇൻക്രീസ്ഡ് പോലീസ് പെട്രോളിംഗ് ദ ക്രൈം റേറ്റ് ഈസ് ഡാഷ്. 67 സി ഓപ്ഷൻ, ഗോയിങ് അപ്പ്. 68 ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഓൾ ഡാഷ് ഡേയ്സ്. 68 സി ഓപ്ഷൻ, ത്രൂ ദ ഡേ. ത്രൂ ദ ഡേ എന്ന് വരും, ഓൾ ത്രൂ ദ ഡേ. 69 ബീയിങ് എ ഗോൾ ഡൗൺ ദ ഇന്ത്യൻ ടീം സ്റ്റാർട്ടഡ് ആൻ ആൾ ഡാഷ് അറ്റാക്ക്. 69 സി ഓപ്ഷൻ, ഔട്ട്. സ്റ്റാർട്ടഡ് ആൻ ആൾ ഔട്ട് അറ്റാക്ക്. ആൾ ഔട്ട് അറ്റാക്ക്. 70 വെൻ ഐ വാസ് പോസ്റ്റഡ് ടു ദി കൊച്ചിൻ ഓഫീസ് ആഫ്റ്റർ ദ ട്രെയിനിങ് ഇൻ മദ്രാസ് ഐ ആസ്ക്ഡ് മൈ ബാങ്ക് ഇൻ മദ്രാസ് ടു ഡാഷ് മൈ അക്കൗണ്ട് ടു കൊച്ചിൻ. അവിടെ 4 ഓപ്ഷനിൽ ഏത് വരും? 70 ട്രാൻസ്ഫർ അല്ലേ? ട്രാൻസ്ഫർ മൈ അക്കൗണ്ട് ടു കൊച്ചിൻ. 71 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 71 ബി അലാഹയുടെ പെൺമക്കൾ. ശരിയായ രൂപമേത്? 72 ശരിയായ രൂപമേത്? ജ്യേഷ്ഠൻ എന്നെഴുതുമ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഏതാണ്? ഇതാണ് ശരിയായത്, ജ്യേഷ്ഠൻ. ഇതാണ് കറക്റ്റായിട്ട് ഉള്ള വാക്യരൂപം. 73 ഭൂമി എന്ന അർത്ഥമില്ലാത്ത ശബ്ദം ഏതാണ്? ധരണി, മേദിനി, അവനി, തരണി. ഇതിൽ 73 ഉത്തരം ഡി ആണ്. ഡി ആണ് ഭൂമി എന്ന അർത്ഥം വരാത്ത പദം, ബാക്കിയെല്ലാം ഭൂമിയാണ്. അപ്പോൾ ഇത് 3 നിങ്ങൾ പഠിച്ചിരിക്കണം. നീലക്കുറിഞ്ഞി. ഇതിൽ നീലക്കുറിഞ്ഞി എന്നുള്ളത് ഏത് സമാസത്തിൽ പെടുന്നു? അപ്പോൾ സമാസം, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കില്ലെന്ന്. പക്ഷേ ഇപ്പോൾ അനുപ്രയോഗം വരെ ഈ അടുത്തുള്ള നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മലയാളം വ്യാകരണവും പഠിക്കണം. അതെങ്ങനെ പഠിക്കുമെന്ന് വെച്ചാൽ ഈ PYQ പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതേപോലെ ചോദിക്കാം. 74 ഉത്തരം എ ആണ്, കർമ്മധാരയൻ. കർമ്മധാരയനാണ് സമാസം. നീലക്കുറിഞ്ഞിയിൽ സമാസം കർമ്മധാരയൻ. ഏകകാര്യ മതവ ബഹുതമാം ഏകഹേതു ബഹു കാര്യകാര്യം. ഈ വരികളുടെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 75 ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഒരു കാര്യം പല കാരണങ്ങളിൽ നിന്നുണ്ടാകുന്നു, ഒരു കാരണം പല കാര്യങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രയോജക ക്രിയ ഏതാണ്? 76 സി ഓടിക്കുന്നു എന്നുള്ളതാണ് പ്രയോജക ക്രിയ. ഓടിക്കുന്നു. പറക്കുന്നു, നടക്കുന്നു, വീഴുന്നു, അതെല്ലാം സംഭവിക്കുന്നു. ഓടിക്കുന്നു മറ്റൊരാൾ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഓടിക്കുന്നു, അല്ലേ? ഒരു ഫോഴ്സ് മുഖാന്തരം നമ്മൾ ചെയ്യുന്നതാണ്, സ്വയം ചെയ്യുന്നതല്ല. ഓടുകയല്ല, ഓടിക്കുകയാണ് ചെയ്യുന്നത്. 77 കജ്ഞബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാംഗിയായിരിക്കുന്നു അതിമോഹിനി. ഈ വരികളിലെ അലങ്കാരം ഏതാണ്? 77 എ ഓപ്ഷൻ, ഉപമയാണ്. ഉപമ. ടു ഗോ ത്രൂ ദ ഫയർ ആൻഡ് വാട്ടർ. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്?
ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക. ദേ മേ ബി കാൾഡ് ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ. തർജ്ജമ ചെയ്യുക. 79ൻ്റെ ഉത്തരം അവർ ഒരേ തൂവൽ പക്ഷികളെന്ന് വിളിക്കാം. സമാന അർത്ഥമുള്ള പഴഞ്ചൊല്ല് ഏത്? 80ാമത്തെ ചോദ്യം. വെദർ there is a smoke there is fire. പുകയുണ്ടെങ്കിൽ തീയുമുണ്ട്. അതാണ് കറക്റ്റായിട്ടുള്ള മീനിങ്, പഴഞ്ചൊല്ല്. ഇനി അടുത്ത മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന പദം ഏത്? 81ൽ മഞ്ഞയാണ്, മഞ്ഞ. ബാക്കിയെല്ലാം പ്രാഥമിക വർണ്ണങ്ങളാണ്, അതുകൊണ്ടാണ് മഞ്ഞ ഉത്തരം വരുന്നത്. അടുത്ത താഴെ കൊടുത്തിട്ടുള്ള ശ്രേണിയിൽ വിട്ടുപോയ ഭാഗം നിങ്ങളൊന്ന് തന്നെ കണ്ടുപിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എളുപ്പമാണ്, കോഡിംഗ് ആണ്. 82ൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാ ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 83ൻ്റെ ഉത്തരം 22ആണ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? 84. സി ഓപ്ഷനാണ് ഉത്തരം വരിക. 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. 85ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ്. 2ൽ 3 വരും. 86. തെർമോമീറ്റർ ഉപയോഗിച്ച് ഊഷ്മാവ് അളക്കാം. അതുപോലെ അമ്മീറ്റർ ഉപയോഗിച്ച് എന്ത് അളക്കാം? വൈദ്യുത പ്രവാഹം. അടുത്ത 87ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ്. സി ഓപ്ഷൻ. 88 പരിശീലനം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. 88ൻ്റെ ഉത്തരം എ ഓപ്ഷനാണ്. 20,000 രൂപ. അടുത്തത് കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യം. 89ൻ്റെ ഉത്തരം 25ആണ്. 90 വേഗതയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 90ൻ്റെ ഉത്തരം ലാസ്റ്റ് ഓപ്ഷൻ 48ആണ്. അടുത്തത് ഒരു അംശബന്ധത്തിൻ്റെ കണക്കാണ്. 91 സി ഓപ്ഷനാണ് ഉത്തരം. 5:1. 10നും 30നും ഇടയ്ക്കുള്ള ഒറ്റസംഖ്യയുടെ തുക കണ്ടുപിടിക്കുക. 92 ഉത്തരം 200ആണ്. ക്രിയ ചെയ്യാനുള്ള കണക്കാണ്. 93ൻ്റെ ഉത്തരം ഡി ഓപ്ഷൻ 11 വരും. 94% ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം 520. അടുത്തൊരു വലിയ ക്രിയ ചെയ്യാനുള്ള ഒരു കണക്കാണ്. ഒന്നിത് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഐഡിയ പരമായിട്ട് ചെയ്യാം. സാധാരണ ഞങ്ങളൊക്കെ ഇത് ചെയ്യാറാണുള്ളത്. സ്പീഡിന് ചെയ്ത് മാക്സിമം സ്പീഡുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. 95ൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ്. കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണ്. 96 ഉത്തരം സി ഓപ്ഷനാണ്. 97ൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ്. ബി ഓപ്ഷൻ ഇതാണ്. 98ൻ്റെ ഉത്തരം ഡി ഓപ്ഷനാണ്. വയസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. 52 വരും. 99ൻ്റെ ഉത്തരം 99ൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. സി 20. 100ാമത്തേൻ്റെ ഉത്തരം ക്ലോക്ക് 75 എ ഓപ്ഷനാണ്. ഇതിൽ ഈ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് നമ്മൾ ടെലിഗ്രാമിൽ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ PDF-ഉം എക്സ്ട്രാ നോട്ട് ക്ലാസ്സും ലഭിക്കാൻ വേണ്ടി ടെലിഗ്രാമിൻ്റെ ലിങ്ക് കയറി ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിൽ കാണാം. ഓക്കെ. കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോസ് പഠിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വിജയാശംസകൾ.